സുരേഷ് ഗോപി ചെയ്യുന്ന സോഷ്യൽ ആക്ടിവിറ്റിക്ക് ഒരു മാർക്ക് കൊടുക്കണ്ടേ? അല്ല, അത് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു. അദ്ദേഹം ആരെയും ആക്ഷേപിക്കുന്നു ചീത്ത പറയുന്നില്ലല്ലോ. അതൊന്നും അദ്ദേഹം ചെയ്യുന്നില്ലല്ലോ. ആരെങ്കിലും അദ്ദേഹം ആക്ഷേപിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യുന്നുണ്ടോ? പക്ഷെ അദ്ദേഹത്തെ പോലെ കോർണർ ചെയ്തിട്ടുള്ള മറ്റാരാണുള്ളത്? എന്തിനും ഏതിനും അദ്ദേഹത്തെ വ്യക്തിപരമായി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ? എല്ലാവർക്കും ബോധ്യമുള്ള കാര്യങ്ങൾ പോലും സുരേഷ് ഗോപി ഉദാഹരണമായിട്ടൊരു കേസ് വന്നു അദ്ദേഹത്തിനായിട്ട്. ആ കേസിൽ അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ എന്തായി എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ കോടതിയുള്ള കാര്യമാണ് ഞാനൊന്നും പറയുന്നില്ല, ഞാൻ ആരെക്കുറിച്ച് വ്യക്തിപരമായി പറയുന്നില്ല. പക്ഷേ എന്തിനാണ് എല്ലാറ്റിനും അദ്ദേഹത്തിന് ഇങ്ങനെ കോടതി ചെയ്തത്? അപ്പം അദ്ദേഹം പ്രകോപിതനാകും, സ്വാഭാവികമാണ്. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ നേതാക്കന്മാർക്ക് അദ്ദേഹത്തെ ഇങ്ങനെ അടക്കി നിർത്താൻ പ്രയാസമുള്ളൊരു ആളാണോ സുരേഷ് ഗോപി ശരിക്കും? പാർട്ടിക്ക് അതീതമായി സംസാരിച്ചു പോകുന്നു, അല്ലെങ്കിൽ ആരും അങ്ങനെ അടക്കി നിർത്താൻ ശ്രമിക്കുന്നില്ല. സുരേഷ് ഗോപി ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്ന വ്യക്തിയാണ്. ഞങ്ങൾ നോക്കുന്നത് സുരേഷ് ഗോപിയുടെ ആ മണ്ഡലത്തിലെ പ്രവർത്തനം, മന്ത്രി എന്നുള്ളതിലൊക്കെ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, ഇതൊക്കെ കേരളത്തിന് മറ്റല്ല. ഞാൻ കേരളത്തിൽ ആരാണ് സ്വന്തം അധ്വാനത്തിൻ്റെ പണം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നത്? സുരേഷ് ഗോപി സഹായിക്കുന്ന മുഴുവൻ അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ പണമാണ്, അധ്വാനത്തിൻ്റെ ഭാഗമായി കിട്ടുന്ന പണമാണ്. അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തി അദ്ദേഹത്തെ ബോധപൂർവ്വം മുറിവേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ അദ്ദേഹം പ്രകോപിതനായി പോകും. സ്വാഭാവികമാണ്, ക്വൈറ്റ് നാച്ചുറലാണ്.